സ്ത്രീകളിൽ ഈ ബയോട്ടിൻ എന്ന് പറയുന്ന മേജർ ന്യൂട്രിയൻ്റ് അതായത് വൈറ്റമിൻ B7 ആണ്. ഇതിൻ്റെ കുറവ് കൊണ്ട് 41% മുടികൊഴിച്ചിലും സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ താരൻ നമ്മുടെ മുടിക്ക് മാത്രമല്ല കേട്ടോ പ്രശ്നമുണ്ടാക്കുന്നത്, അത് മുഖത്തെ കുരുക്കൾ ഉണ്ടാക്കാം, ദേഹത്തും കഴുത്തിലുമൊക്കെ ചിലപ്പോൾ കുരുവായിട്ടും ചൊറിച്ചിലായിട്ടുമൊക്കെ വരാം. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന പേരിലാണ്. ഇതെല്ലാം നമ്മുടെ മുടിയെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന അലർജിക് പ്രോബ്ലംസിൽ പെടുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ സ്ഥിരമായി ഹെൽമറ്റ് വയ്ക്കുന്നവർക്ക് അതിൻ്റെ അമിതമായ ചൂട് കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടർ കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കൊണ്ട്, അതായത് ഡയബറ്റിക്സ്, എന്തെങ്കിലും ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, കിഡ്നിയുടെയോ ലിവറിൻ്റെയോ പ്രോബ്ലം ഒക്കെ കൊണ്ടുണ്ടാകുന്ന അവസ്ഥയിലും മുടി കൊഴിച്ചിലുണ്ടാകാം കേട്ടോ. അത് തലയിലെ മുടി മാത്രമല്ല കാലിലെ രോമം വരെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ കാലിലേക്കുള്ള രക്തഓട്ടം കുറഞ്ഞു പോയാൽ കൂടി നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് അധികം ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ബാക്കി നമ്മുടെ ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.